ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും മിനിമം സോക്ക് ചെയ്യണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനൊരു 1/2 കപ്പ് മൈദ ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചു വച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അതിലെ ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞ ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു ട്രേ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പഞ്ചിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.